ഹലോ, അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ മദറിനിലേക്ക്, അതായത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തമ്മിലുണ്ടായ ആ ഒരു കാറിനുള്ളിലെ കോൺവെർസേഷൻ നിങ്ങൾ ഫസ്റ്റ് കേട്ട് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഞാൻ എങ്ങനെയായിരിക്കും അവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്ന്. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ സർപ്രൈസ് കൊടുത്തതെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മെസ്സേജ് അയച്ച ഒരു 6 മണിയാകുമ്പോൾ വന്നാൽ മതി. ഇതെല്ലാം വിശ്വസിച്ച് പോകുന്നു ഫോട്ടോ എടുക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇവിടെ നീ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് 2-3 ദിവസം. ആണല്ലോ കേക്കിന്റെ അല്ലല്ല, അവിടെ എല്ലാ സ്ഥലമുണ്ട്. ഇവിടെ തിരിയുന്നിടത്തോട്ട് തന്നെ നമ്മുടെ നിയർ ബൈ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐഷൂസ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അപ്പൊ നല്ല ആംബിയൻസ് ഉള്ള, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ, നല്ലൊരു നേച്ചർ ബ്യൂട്ടി ഉള്ള നല്ലൊരു റെസ്റ്റോറന്റ് ആണ് അത്. അപ്പൊ റെസ്റ്റോ കഫേ പോലെ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി ഇതുവരെ അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മിക്കപ്പോഴും നമ്മൾ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ അമ്മച്ചി എപ്പോഴും പറയും ഐഷൂസിലൊന്ന് പോകണം, അവിടെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഇപ്പൊ എപ്പോഴും പറയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം അമ്മച്ചിനെ അവിടെ ഒന്ന് കൊണ്ടുപോകണം, ടൈം കിട്ടുമ്പോഴെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് അമ്മച്ചിയുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മച്ചൊക്കെ സർപ്രൈസ് ആയിട്ട് ഐഷൂസിലൊക്കെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ എന്തായാലും അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് സ്കിൻ ഡോക്ടറിന്റെ അടുത്തുനിന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഓക്കെ പോകാം, നമുക്ക് നാളെ 3 മണിയാകുമ്പോൾ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ സൈഡിൽ കൂടെ അത്തച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത്തച്ചി ഇതുപോലെ എനിക്ക് സ്കിൻ ഡോക്ടറിനെ ഒന്നും കാണണ്ട, അമ്മച്ചക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐഷൂസിൽ പോകണം നമുക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമുക്ക് അങ്ങനെ ഐഷൂസിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അമ്മച്ചി ഐഷൂസിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അമ്മച്ചിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞു 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും സ്കിൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇവിടെ കയറിയിട്ട് പോകാം, ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാം, അമ്മച്ചി എപ്പോഴും ഇവിടെ കയറണം എന്ന് പറയുന്നല്ലേ എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ കേട്ട ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, കാറിലുണ്ടായ കോൺവെർസേഷൻ അതാണ്. ഞാൻ പറഞ്ഞു 6 മണിയാകുമ്പോൾ പോയാൽ മതി, അപ്പൊ അത്രയും നേരം നമുക്ക് ഇവിടെ കയറി സ്പെൻഡ് ചെയ്തിട്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്റെ ബേബിന്റെ ഒച്ച കേട്ടോ റെക്കോർഡ് ചെയ്യാൻ കുറേ നേരം നോക്കുന്നു, അവൻ ഇല്ലാതൊന്നും റെക്കോർഡ് ചെയ്യാൻ പക്ഷെ നടക്കുന്നില്ല, അതാണ് അവന്റെ ഒച്ച ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരണം എന്നുള്ളത്. പിന്നെ കൂടെ നമ്മൾ റോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാഫ് വന്ന് ബർത്ത്ഡേയുടെ കേക്കൊക്കെ കൊടുത്ത് അവിടെ ഒരു പാട്ടൊക്കെ ഇട്ട് തന്നു കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday. പെട്ടെന്ന് പുള്ളി വന്നിട്ട് അമ്മച്ചി കഴിച്ചിരുന്ന പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് മറ്റേ പ്ലേറ്റ് ഇങ്ങനെ കേക്കിന്റെ പ്ലേറ്റ് ഒക്കെ വെച്ചപ്പോ അമ്മച്ചി ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടോ. കാര്യം ഫുഡും കൂടി വന്നു കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായില്ല ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ അത് മാത്രമല്ല അമ്മച്ചിയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നത് അമ്മച്ചി പറഞ്ഞു. അന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി, മുഖത്തെ സന്തോഷമൊക്കെ കണ്ടപ്പോ എനിക്ക് നമ്മൾക്ക് ഭയങ്കര ഹാപ്പി. പിന്നെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ മദറിനെ പോലെ തന്നെ നോക്കുന്ന ഒരാളാണ്. കാര്യം ഇപ്പൊ നമുക്ക് നമ്മുടെ മദർ എങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മദറിൻ ലോയുടെ കേസിൽ വരുമ്പോൾ എല്ലാം ചോദിക്കും എങ്ങനെയുണ്ട് അവിടെ ഹസ്ബൻഡ് വീട്ടിൽ എങ്ങനെ അങ്ങനെ. അപ്പൊ എന്നെ എന്റെ മദർ ടേക്ക് കെയർ ചെയ്യുന്ന അതുപോലെ തന്നെ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ശേഷമാണ് ഞാൻ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് പോകുമ്പോഴും നമ്മുടെ തോട്ട് വരും കുഞ്ഞുമായിട്ട് അവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ അമ്മച്ചി ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അമ്മച്ചിയുടെ കാലത്ത് അമ്മച്ചിയൊക്കെ
അനുഭവിച്ച കഷ്ടപ്പാടുകളും കാര്യങ്ങളൊന്നും നമ്മൾ അനുഭവിക്കരുത്, അവിടെ വന്നു വരെ പിള്ളേർ അനുഭവിക്കരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ അമ്മച്ചി. അപ്പൊ അങ്ങനെയുള്ള ഒരാളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ലൈഫിന് അതിനൊരു മീനിങ് ഇല്ലാണ്ടാവും. ഞാൻ വലിയ ഫിലോസഫി അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമല്ല, എന്നാലും നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് നല്ല സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു ചെരുപ്പായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ.